വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് ട്രിവാൻഡ്രം പോത്തീസിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നത് ചെറിയൊരു പർച്ചേസിനാണ് കേട്ടോ ഇവിടെ വന്നത്. അപ്പോൾ എൻ്റെ ഉമ്മിക്ക് സാരി വാങ്ങിക്കണം, പിന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതും നോക്കണം. അങ്ങനെ ഞങ്ങളിവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ സാരി സെക്ഷനിൽ വന്നപ്പോൾ ഈ ഒരു യെല്ലോ കളർ സാരി കണ്ടു. 1000 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് ഇത് നോക്കി. ഇതിനും അതേപോലത്തേക്ക് തന്നെ റേറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ കുറേ സാരി ഹാങ് ചെയ്തിരിക്കുന്നത് കണ്ടു. സംഭവം കിഡിലായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പല കളേഴ്സും ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ ബോർഡർ ഒന്നും തന്നെ ഇല്ല. അപ്പം 1255 റുപ്പീസ് ആയിരുന്നു. ഈ ഒരു സാരി ഏറ്റവും ലോ റേറ്റ് ആണ് കേട്ടോ. 300 സംതിങ്ങേ ഉള്ളൂ. കൊള്ളായിരുന്നു, എൻ്റെ കളർ കാണാൻ ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു സാരിക്ക് 700 സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറൊക്കെ കാണാനായിട്ട് നല്ല ചന്തം ഉണ്ടായിരുന്നു. 700 സംതിങ്. ഓക്കെ, ആ റേറ്റ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഓർമ്മയിൽ അതാണ്. ഓക്കെ, നല്ല ബോർഡറായിരുന്നു. പിന്നെ അതിൻ്റെ ബോഡി വർക്കും നല്ലതായിരുന്നു. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, അതിൻ്റെ ബോഡി വർക്ക് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് ഗ്രീൻ കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടിയാണ്. അപ്പോൾ ഗ്രീൻ കളർ സാരി ഉണ്ട്, ഞാൻ എടുത്ത് നോക്കൂ കേട്ടോ. അത് മാത്രമല്ല, ഇതിൻ്റെ ബോർഡറിൻ്റെ ആ ഒരു കളറും നല്ല രസമുണ്ടായിരുന്നു. അതായത് ആ ഗ്രീൻ കളറും ആ ബോർഡറിൻ്റെ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഫാൻസി സെക്ഷനിലോട്ടാണ്. വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല കേട്ടോ വന്നത്, ജസ്റ്റ് നോക്കി വെക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫാൻസി സെക്ഷനിൽ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോൾക്ക് കോളേജിൽ ഫങ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങൾ ഇവിടുത്തെ സാരീസൊക്കെ നോക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഒരു 1000 2000 ഇടയിൽ വരുന്ന റേഞ്ചിൻ ഉള്ള സാരിയാണ്. അതേവേണ്ടി ഞാൻ ഗ്രീൻ കളറിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ വർക്കൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. 725 റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇനി ഞാൻ ഇതിൻ്റെ ബോഡി വർക്ക്, ഇതിൻ്റെ ബോർഡറൊക്കെ കാണിച്ചു തരാം. ഇത്രയും തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസിൻ്റെ ആ കൈയുടെ ബോർഡർ വരുന്നത് ഇതേ വർക്ക് തന്നെയാണ്. ഞാനത് നല്ല രീതിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള ഉഗ്രൻ സാരി ആയിരുന്നു കേട്ടോ. അതേ ഇതിനകത്ത് നല്ല രീതിയിൽ ഞാനത് അവരെ കൊണ്ട് നോക്കിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോളൂ കേട്ടോ അതിൻ്റെ ബോഡി വർക്ക് എങ്ങനെയാണെന്നുള്ളത്, അതേപോലെ തന്നെ ബ്ലൗസ് പീസ് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ. ഇപ്പം നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഇനി കാണിക്കുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൈയുടെ ബോർഡറാണ് കണ്ടോ. ഇത്രയും വീതിയുള്ള രീതിയിലാണ് കൈയുടെ ബോർഡറൊക്കെ വരുന്നത്. അതിൽ തന്നെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കോട് കൂടിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കോളേജ് ഫങ്ഷൻസിനൊക്കെ കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഇത് നല്ലൊരു ഉഗ്രൻ സാരിയാണ്. ഞാനതിൻ്റെ കറക്റ്റ് കളർ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം നല്ല രീതിയിൽ എനിക്ക് കിട്ടിയ ആ കളറ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഐ തിങ്ക് 4000 സംതിങ് ആയിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം ഇച്ചിരി റേറ്റ് കൂടിയതാണ്. കാരണം അതിൻ്റെ ബോർഡറിലൊക്കെ നല്ല സ്റ്റോൺ വർക്കാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, ഉഗ്രൻ ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. നോക്കിക്കേ, ഇതാണ് കേട്ടോ നമ്മുടെ സാരിയുടെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ബോഡി വർക്ക് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഉണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റോൺ വർക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇത് അതിൻ്റെ ബ്ലൗസ് പീസാണ്. ആ ബ്ലൗസ് പീസിൽ നമ്മുടെ കൈയുടെ അവിടുത്തെ ബോർഡറാണ് കേട്ടോ ആ സ്റ്റോൺ വർക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല മിന്നിത്തിളങ്ങി നിൽക്കും. അതാണ് ഈ സാരി ഉടുത്തു കഴിഞ്ഞാലുള്ള ആ ഒരു ഇതെന്ന് പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാരിയുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ വർക്കാണ് കേട്ടോ. കണ്ടോ, ബോർഡറിലും ഉണ്ട് നല്ല രീതിയിൽ സ്റ്റോൺ വർക്ക്. ഇത് തന്നെയാണ് കൈയുടെ ബോർഡറിലും കൊടുത്തിരിക്കുന്നത്. ഇനി ബോഡിയിലും കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിറയെ കൊടുത്തിട്ടുണ്ട്. നല്ല തിളക്കത്തിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാരി ആയിരുന്നു കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേറ്റിന് വേർത്തായിട്ടുള്ള സാരി തന്നെയാണ്. നമുക്ക് വീഡിയോയിൽ അത്ര ഭംഗി കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നേരിട്ട് ഭയങ്കര ഗ്ലാമറായിരുന്നു. ഇത് പിന്നെ അവിടുത്തെ കോംബോ ഓഫേഴ്സാണ്. അതായത് 1200 രൂപയ്ക്ക് 2 സാരീസാണ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതേപോലെ തന്നെ 900 റുപ്പീസിനും 2 സാരി വീതം ഉണ്ടായിരുന്നു. ഇതാണ് 900 റുപ്പീസിൻ്റെ സാരി എന്ന് പറയണത്. അപ്പം കണ്ടില്ലേ, അപ്പോൾ അതിന് നമുക്ക് 2 സാരി വാങ്ങിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം ഇത് പോത്തീസാണ്. പോത്തീസിലെന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല സാരീസ് മാത്രമേ അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് വിശ്വസിച്ച് മേടിക്കാം ഇവിടുത്തെ കോംബോ ഓഫേഴ്സിൻ്റെ സാരീസൊക്കെ എന്ന് പറയണത്.
അപ്പം ഞാൻ ഈ 1200 റുപ്പീസിൻ്റെ എങ്ങനെയാണ് സാരി എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നോക്കിക്കോ. ഇതെല്ലാം ഓഫറിൽ വരുന്നത് 1200 രണ്ട് സാരി. ഇത് വരുന്നത് ഇങ്ങനെ വരും. ബ്ലൂ വരുന്നതുണ്ട് ബോർഡർ, പിന്നെ ഗ്രീന് വരുന്നതുണ്ട്. ഇതിൻ്റെ ബോർഡർ ഗ്രീൻ ആയിട്ട് വരും. ഗ്രീന് വരും. റെഡ് കളർ ബോഡി റെഡ്, ബ്ലൗസ് മുന്താണി വിത്ത് ബ്ലൗസ് ആണോ? വിത്ത് ബ്ലൗസ് ആണ് മേഡം. നല്ല കിഡിൽ ഓഫറാണ്, വിത്ത് ബ്ലൗസ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബ്ലൗസ് ഉൾപ്പെടെ 1200 രൂപയ്ക്ക് 2 സാരി എന്ന് പറയുമ്പോൾ നല്ല കിടില ലാഭം തന്നെയാണ് കേട്ടോ. കാരണം ഒരു സാരിക്ക് 600 രൂപ വെച്ചിട്ടല്ലേ ആകുന്നുള്ളൂ. അതുമല്ല നല്ല വർക്കൊക്കെ ഉണ്ട്, നമുക്കൊരു വെഡിങ് നെക്ക് ഉടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. കൊള്ളാം കേട്ടോ. അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഉമ്മിക്ക് ഇതിൽ നിന്നും സാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ സാരിയാണ് ഉമ്മിക്ക് എടുത്തത്. അപ്പം അതിൻ്റെ ബോർഡറൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ. ഇപ്പം ഈ കാണിക്കുന്നത് ബ്ലൗസ് പീസാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു കളറ് ബ്ലൗസ് പീസ്. പിന്നെ അതിൻ്റെ മുന്താണി കണ്ടില്ല, ഓറഞ്ച് കളറാണ് അതിൻ്റെ ആ ഒരു മുന്താണി വരുന്നത്. ബോഡി കളറാണ് മറ്റേത്, ആ ബോഡിയിലെ വർക്കാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇത് ബ്ലൗസ് പീസ്. ഓക്കെ, അപ്പോൾ നല്ല കിഡിലും ബ്ലൗസ് പീസാണ്. പിന്നെ അതിൻ്റെ ബോഡി വർക്ക് കിടിലാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, നല്ല രസമുണ്ട്. ഞങ്ങളുടെ കൂടെ ഓരോ പ്ലേസിലൊക്കെ വരുമ്പോൾ ഉമ്മിക്ക് മാറിയും ഒക്കെ ആയിട്ട് ഉടുക്കുകയൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇതും എൻ്റെ ഉമ്മിക്ക് എടുത്ത സാരി തന്നെയാണ്. ഇതും അതേ ഓഫറിൽ തന്നെയുള്ളതാണ് കേട്ടോ. ഇത് പീക്കോക്ക് ബ്ലൂ ആണ്. അതിൻ്റെ ബ്ലൗസ് പീസാണ് ലൈൻ വരെയാണ് കേട്ടോ ആ ബ്ലൗസ് പീസിനുള്ളത്. നല്ല ബോർഡറോട് കൂടിയ പ്ലെയിൻ സാരി ആയിരുന്നു കേട്ടോ. പ്ലെയിൻ സാരി ആണെന്നുണ്ടെങ്കിലും നല്ല ആ പട്ടിനൊക്കെ നല്ല തിളക്കം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്ക് ജസ്റ്റ് നമ്മളോട് ഇങ്ങനെ കൂടെയൊക്കെ വരുമ്പോൾ നല്ല മാറിയും ഇതുമൊക്കെ ആയിട്ട് കളേഴ്സ് വേറെ വേറെ മാറി ഉടുക്കാം. അധികം വിലയുമില്ല. ഓക്കെ, അപ്പോൾ നല്ല കിഡിൽ ഓഫറാണ്. സാധാരണക്കാർക്ക് ഇത് നല്ലൊരു ഓഫർ തന്നെയാണ്. കാരണം 900 റുപ്പീസിന് 2 സാരി, 1200-ന് 2 സാരി, അതേപോലെ തന്നെ 1100 റുപ്പീസിന് 2 സാരി. ഓക്കെ, ഇങ്ങനെയുള്ള നല്ല കിഡിലൻ ഓഫേഴ്സ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു വർക്ക് വരുന്ന ബോർഡർ വർക്ക് വരുന്നതിനൊക്കെയാണ് 900 റുപ്പീസിന് ഉള്ള 2 സാരീസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം എല്ലാം നല്ല കിടിലൻ ഓഫറാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഫംഗ്ഷൻ വന്നാൽ പോലും എല്ലാവർക്കും ഒരേപോലത്തെ സാരീസ് ഉടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രൈസിന്, ഈ ഒരു ഓഫറിന് നമുക്കിവിടെ വന്നിട്ട് സാരി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് നല്ല കിടിലൻ ഓഫറായിട്ട് തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ ഉമ്മിക്ക് ഇവിടെ നിന്ന് സാരി എടുത്തു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഇത് തന്നെയായിരുന്നു. ഇത് വേറൊരു മോഡലാണ് കേട്ടോ. പക്ഷേ എനിക്കിതിൻ്റെ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല, ആഷ് കളർ. ഇത് പ്രിയം ഉള്ള ഒരുപാട് പേര് കാണും. ബട്ട് ഞാൻ വാങ്ങിച്ചത് ഉമ്മിക്ക് പീക്കോക്ക് കളറും പച്ച കളറും ആയിരുന്നേ. ഇത് പിന്നെ ആദ്യം നമ്മൾ നോക്കിയ മഞ്ഞ കളറ് സാരി ആയിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ കളറ്. അതാണ് ഫേസ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ നേരെ വന്നത് ജെൻസിൻ്റെ സെക്ഷനിലോട്ടാണ്. ഇവിടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും തന്നെ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഇത് നമ്മുടെ കമ്പനി ടീഷർട്ട്സിൻ്റെ അവിടെയാണ് കേട്ടോ ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതേ നോക്കിക്കഴിയുമ്പോൾ നല്ല കിഡിലൻ ടീഷർട്ട്, സോഫ്റ്റ് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്തു പറയണം. അപ്പോൾ ഇവിടെ ഞാൻ അധികം വീഡിയോ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ മോൻ നാട്ടിൽ വരുന്ന ടൈമിൽ മോനുമായിട്ട് വരുമ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് 2-3 ടീഷർട്ട്സ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അധികം നോക്കിയില്ല, കാരണം ഒന്നാമത്തെ കാര്യം വാപ്പായ്ക്ക് ഷർട്ട് എടുക്കാൻ വരണം. അപ്പോൾ ആ ടൈമിലും ഇവിടെ കയറേണ്ടതാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ വരുന്ന ടൈമിൽ. ഓക്കെ, അപ്പം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ ടീഷർട്ട്സിനൊക്കെ. പക്ഷേ നല്ല ഹൈ റേറ്റ് മുതൽ ലോ റേറ്റ് വരെയുള്ള ടീഷർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിന് 899 റുപ്പീസാണ് ഈ ഒരു ടീഷർട്ടിന്. നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ടീഷർട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ മോനില്ലാതെ വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ഇപ്പം നമ്മൾ നേരത്തെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, ചിലപ്പോൾ ഇട്ട് നോക്കുമ്പം അവനത് സ്യൂട്ട് ആവണമെന്നില്ല, അതിപ്പോൾ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവനെയും കൊണ്ട് വരുമ്പോൾ അവന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ആ ടീഷർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ഇത് കുറച്ചും കൂടി നല്ല പ്യുവർ ബ്ലാക്ക് കളർ ടീഷർട്ടായിരുന്നു. മറ്റേത് കുറച്ച് ബ്ലാക്ക് കുറഞ്ഞ ടീഷർട്ടാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കിഡിലനായിരുന്നു കേട്ടോ.
നല്ല ടീഷർട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് എൻ്റെ മോൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. അപ്പോൾ വന്നിട്ട് അവന് ടീഷർട്ട്സൊക്കെ ഇവിടെ നിന്ന് നോക്കണം. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ജെൻസ് സെക്ഷനിൽ കയറുന്നത്. ഞാൻ ഇതുവരെ ആ ഒരു ഭാഗത്തേക്ക് ഏരിയയിലോട്ട് വന്നതേ ഇല്ല. ഞാൻ വാപ്പായ്ക്ക് നല്ല ഷർട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറിയതാണ്. അപ്പോൾ ഓക്കെ, വാപ്പായ്ക്ക് ഉള്ളതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ഷർട്ടിന് അളവെടുക്കാത്തതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതായത് ഷാള്, പാൻറ്റ് എല്ലാം ഉൾപ്പെടെയുള്ള ചുരിദാർ മെറ്റീരിയൽ. ഒരുപാട് ഓവർ റേറ്റ് ഒന്നുമില്ല. ഇതിന് 1000 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ റേറ്റ്. നല്ല കളർ, നല്ല വർക്ക് ഒക്കെ ആയിട്ടുള്ള, നല്ല ഷാൾ ഉൾപ്പെടെയുള്ള, പാൻറ്റിൻ്റെ ഒക്കെ ആയിട്ടുള്ള സെറ്റോട് കൂടിയിട്ടാണ് ആ ഒരു റേറ്റിനുള്ളത്. അപ്പം നമ്മൾ തച്ച് സ്റ്റിച്ചൊക്കെ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിടിലൻ ലുക്കായിരിക്കും. ഈ കളർ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതും ഓക്കെ, ഷാളെല്ലാം ഉൾപ്പെടെ ഉള്ള മെറ്റീരിയൽ തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി വേറെ മോഡൽസും ഉണ്ട്. അപ്പം ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതും കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പാൻറ്റും ഷാളും എല്ലാം ഉൾപ്പെടെയുള്ളതാണ്. റേറ്റ് കണ്ടോ, 1095 റുപ്പീസാണ്. അപ്പം എല്ലാം 1000-ൻ്റെ ആ ഒരു റേഞ്ചിനുള്ള ഡ്രസ്സസ്സാണ് കേട്ടോ ഈ ഒരു ഇടത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പല പല കളേഴ്സ്, നല്ല വർക്കോട് കൂടിയ നല്ല ഉഗ്രൻ മെറ്റീരിയലാണ്. ഷാൾ ഉൾപ്പെടെയൊക്കെ എന്ന് പറയുമ്പം നമ്മൾ പിന്നെ അത് പോയി വാങ്ങിക്കാനൊന്നും നിൽക്കണ്ടല്ലോ അതിന് ചേരുന്ന ഷാളൊന്നും. അപ്പോൾ എല്ലാം ഉൾപ്പെടെ കണ്ടോ, പാൻറ്റിൻ്റെ കളറാണ് അതിൻ്റെ റെഡ്, നേരത്തെ കാണിച്ചതാണ് കേട്ടോ അതിൻ്റെ ഷാള്. പിന്നെ ഇത് നമ്മുടെ റെഡിമെയ്ഡ് സെക്ഷൻ ആയിരുന്നു. റെഡിമെയ്ഡ് സെക്ഷനിലും നല്ല കിടിലൻ എന്താ പറയണേ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതും 1000 സംതിങ് ആ ഒരു റേഞ്ചിനുള്ളത് തന്നെയായിരുന്നു. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതെല്ലാം തന്നെ. റെഡിമെയ്ഡ് സെക്ഷനും ഓക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു വർക്കിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു റെഡിമെയ്ഡ്. കൊള്ളായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഒരുപാട് ഇതുണ്ട്. അതായത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് നമ്മൾ നല്ലതായിട്ട് തന്നെ സെലക്ട് ചെയ്ത് എടുക്കണം. ഇത് ആലിയ കട്ടിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഒരു ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി നമ്മൾ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ അത് നമ്മളിങ്ങനെ നിന്ന് നോക്കി കുറച്ച് ടൈമൊക്കെ എടുത്ത് നല്ല രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണം കേട്ടോ. കൂടിയ റേറ്റ് മുതൽ കുറഞ്ഞ റേറ്റിന് വരെയുള്ള ആലിയ കട്ട്സ് ഉണ്ട്. അതായത് 800 സംതിങ്ങിനൊക്കെ നല്ല വർക്കുള്ള ആലിയ കട്ടിൻ്റെ റെഡിമെയ്ഡ് ചുരിദാറുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് പിന്നെ 515 റുപ്പീസിന് നമ്മുടെ ഇതാണ് കേട്ടോ, പാൻറ്റാണ്. ആ ഒരു ഐറ്റമാണ്. നല്ല വർക്ക് ഉണ്ടായിരുന്നു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇതൊന്നും പിന്നെ എൻ്റെ മോളില്ലാതെ ഒന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതും ഒക്കെ തന്നെ നല്ല വർക്ക്സൊക്കെ ഉള്ള കൊള്ളായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പം ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറയണേ. കാരണം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നല്ല, കൊള്ളാം, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ 2-3 ടോപ്സ് ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള ടോപ്സ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം എടുത്ത വീഡിയോ ക്ലിപ്സാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ റേറ്റ് ഒന്നും ഞാൻ നോക്കിയില്ല, അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാനത്. ഇതൊക്കെ തന്നെ കൊള്ളായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരുപാട് നേരം നിന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് എടുക്കണം. കാരണം ഓരോ ഇതിലും ഓരോ സ്റ്റാൻഡിലും ഇങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി വീഡിയോ എടുക്കാനുള്ള ടൈം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് നേരമായി ഞങ്ങളവിടെ വന്നിട്ട്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ ചുരിദാർ സെക്ഷനിലൊക്കെ. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ പോകുന്ന ടൈമിലൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ നിങ്ങൾക്ക് ആ കളക്ഷൻസൊക്കെ വീഡിയോ എടുത്ത് തരാം കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊക്കെ തന്നെ അവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ചുരിദാർ കളക്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഷാൾ ഉൾപ്പെടെയല്ലേ കൊള്ളായിരുന്നു.
പിന്നെ ഇത് വീണ്ടും നമ്മുടെ എന്താണ് ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷൻ തന്നെയാണ്. അവിടെയും കോംബോ ഓഫറുണ്ട്. കിഡിലൻ ഓഫറായിരുന്നു കേട്ടോ അതുമൊക്കെ എന്ന് പറയണത്. അപ്പം ചുരിദാർ സെക്ഷനിലും സാരി സെക്ഷനിലും ഒക്കെ തന്നെ കോംബോ ഓഫർ നടപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പെരുന്നാളിൻ്റെ ടൈമാണ്. അപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എടുത്തത് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ പർച്ചേസിങ് ഒക്കെ തീർന്നു. അപ്പോൾ എനിക്കും എടുത്തു കേട്ടോ ഇവിടെ നിന്ന് ചുരിദാർ. കണ്ടില്ലേ, ഞങ്ങളുടെ പർച്ചേസൊക്കെ തീർന്നു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.